കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ച അൻവറിനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. അതായത് കുറേയധികം ആളുകൾ, കുറെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളും അതുപോലെ നിഷ്പക്ഷവാദികളായിട്ടുള്ള ആളുകളും പറയുന്ന ഒരു കാര്യം, അൻവറിനെ കൂടെ പിണറായി വിരുദ്ധ ചേരിയിൽ UDF-നൊപ്പം ചേർക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ ഒരു പ്രശ്നമുണ്ടല്ലോ, സ്ഥാനാർത്ഥിയെ എങ്കിലും അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ട്. സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത ഒരു അൻവറിനെ എങ്ങനെയാണ് UDF-ന്റെ ചേരിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്? UDF-ന്റെ എക്സിക്യൂട്ടീവ് അംഗമാക്കാം എന്ന് അൻവറിനോട് പറഞ്ഞിരുന്നു UDF-ന്റെ നേതൃത്വം. പക്ഷെങ്കിൽ അൻവറിന് അത് പോരാ. അൻവറിന് വേണ്ടിയത് 5 സീറ്റുകളാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിന് 5 സീറ്റുകൾ വേണം. കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ അൻവറിനെ പോലുള്ള ഒരു ആൾക്ക് എങ്ങനെയാണ് 5 സീറ്റ് നൽകാൻ സാധിക്കുന്നത്? നിലവിൽ അൻവർ MLA ആയിരുന്ന നിലമ്പൂരിൽ അൻവർ രാജിവെച്ചത് കൊണ്ടാണ് അവിടെ ഒരു ഉപതിരഞ്ഞെടുപ്പ് വന്നത്. എങ്കിൽ പോലും ആ ഒരു നിയമസഭാ മണ്ഡലത്തിൽ അൻവർ ജയിക്കുമോ ഇല്ലയോ എന്ന സംശയത്തിലാണ് നിൽക്കുന്നത്. അതായത് UDF നിലമ്പൂരിൽ ജയിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF നിൽക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അൻവറിന് കേരളത്തിൽ 5 സീറ്റ് നൽകുന്നത്? അപ്പോൾ 5 സീറ്റ് എന്ന ചോദ്യത്തിന് ഒരു കാരണവശാലും UDF-നോ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കോ അംഗീകരിക്കാൻ പോലും സാധിക്കത്തില്ല എന്ന ഒരു സത്യം നിലനിൽക്കെ കുറേയധികം നിഷ്പക്ഷവാദികളും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷക്കാരായിട്ടുള്ള അടിമ കമ്മികളും കൂടി നിഷ്പക്ഷരായി ചമഞ്ഞുകൊണ്ട് അൻവറിന് വേണ്ടി മുറവിളി കൂട്ടുന്നു. അതായത് നിഷ്പക്ഷരായിട്ടുള്ളവരുടെ വോട്ട് UDF-ന് പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ നടത്തുന്നത് അൻവറിനെ പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ അൻവറിനെ പിന്തുണച്ചു കഴിയുമ്പോൾ തന്നെ ഒരു കാരണവശാലും CPM-നും അതുപോലെ തന്നെ LDF-നും കിട്ടാത്ത വോട്ടുകൾ UDF-ന് പോകരുത്. അത് നേരെ അൻവറിന് പോകണം. അതായത് വോട്ട് അവിടെ ഭിന്നിച്ച് പോകണം. എങ്കിൽ മാത്രമേ LDF-നെ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന ഒരു ചിന്തയോടുകൂടി അവർ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ, ജനങ്ങൾ ഒരു വിഘടനം ഉണ്ടാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിലെ പ്രിയപ്പെട്ട ജനതയോട് പറയാനുള്ളത്, അൻവറിനെ പോലുള്ള ഒരു ആൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനും UDF-നും ഒക്കെ ഒരു 5 സീറ്റ് എങ്ങനെ നൽകാൻ സാധിക്കും? ഒരു കാരണവശാലും നടക്കത്തില്ല. അൻവറിന് ഒരു സീറ്റ് നൽകാമായിരുന്നു. അതുപോലെ തന്നെ അൻവർ പറഞ്ഞത് അൻവറിന്റെ കയ്യിലുള്ള പണമൊക്കെയും തീർന്നു. അൻവറിനെ ഞെക്കി പിഴിഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ്. അപ്പോൾ ഇന്ന് 50 കോടിയിലധികം സ്വത്ത്, 52 കോടിയിലധികം സ്വത്ത് അൻവറിന് ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അൻവർ പറഞ്ഞ ആദ്യത്തെ കള്ളം അവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇനി ഇടതുപക്ഷക്കാരോടായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാലല്ലേ നിങ്ങൾക്കത് ദഹിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ പറയുകയാണ്. അതായത് അൻവറിനെ UDF-ൽ എടുക്കാൻ സാധിക്കത്തില്ല. അൻവറിനെ UDF-ൽ എടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെങ്കിൽ അൻവറിന്റെ ഈ ഒരു വ്യവസ്ഥകൾ, അതായത് 5 സീറ്റ് വേണം, അതുപോലെ തന്നെ അൻവറിന് UDF-ന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുവാനും കഴിയത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും CPM-കാർക്കാണ് ഇതിൽ വളരെ ആകുലതയുള്ളത്. അതുകൊണ്ട് CPM-കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ഒരു കല്യാണം കഴിച്ചു. ഒരു കല്യാണമല്ല, 2 കല്യാണം കഴിച്ചു. അതിൽ രണ്ടാമത്തെ കല്യാണത്തിനെ കുറിച്ചാണ് പറയുന്നത്. വ്യക്തിപരമായി പോകുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷകൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതായത് വീണ വിജയൻ 2ാം വിവാഹം കഴിച്ചത് മുഹമ്മദ് റിയാസിനെയാണ്. അയാളും 2ാം വിവാഹമാണ് കഴിച്ചത്. അയാളുടെ ആദ്യ ഭാര്യ അയാൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ ആദ്യ ഭാര്യ കേസ് കൊടുത്ത വാർത്തകളൊക്കെയും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെയും കണ്ടിട്ടുണ്ടായിരുന്നു. ആ പത്ര കട്ടിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ കാലം. അപ്പോൾ പുതിയ കാലത്തിൽ 2ാം വിവാഹം, അതായത് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മകളെ 2ാം വിവാഹം കഴിച്ചു. പക്ഷെങ്കിൽ മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രിയോട് ഭയങ്കര വിരോധമാണ്. പിണറായി വിജയനോട് കടുത്ത വിരോധമാണ് ഉള്ളത്. മുഹമ്മദ് റിയാസ് ആ വിരോധം പറഞ്ഞറിയിക്കുന്നുമുണ്ട്. അതായത് പൊതുമധ്യത്തിൽ വന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പിണറായി വിജയനെതിരെ വലിയ വിരോധം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ മുഖ്യമന്ത്രിയെ എനിക്ക് ഇഷ്ടമല്ല. മുഖ്യമന്ത്രിയിൽ നിന്നും മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീണ വിജയനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് വീണ വിജയനെ ഒന്ന് കല്യാണം കഴിക്കണം. അതിനു വേണ്ടിയിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. ഈ പിണറായി വിജയൻ വീണ വിജയനെ വളരെയധികം മാനസികമായിട്ട് സങ്കടപ്പെടുത്തുകയാണ് എന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഇടപെടലിൽ നിന്ന് വീണ വിജയനെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട്
മുഹമ്മദ് റിയാസ് പറയുകയാണ്, എനിക്ക് വീണ വിജയനെ കല്യാണം കഴിച്ചേ മതിയാവത്തുള്ളൂ. പക്ഷേ പിണറായി വിജയൻ അതിന് സമ്മതിക്കുന്നില്ല. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ മുഖ്യമന്ത്രി ആ കല്യാണത്തിന് സമ്മതിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. മുഖ്യമന്ത്രി മാത്രമല്ല, കമലാ വിജയൻ പോലും സമ്മതിക്കത്തില്ല. ഒരുപക്ഷെ വീണ വിജയൻ പോലും സമ്മതിച്ചെന്ന് വരത്തില്ല. എന്റെ അച്ഛനെ കുറിച്ച് മോശം പറയുന്ന ഒരാളെ ഒരു കാരണവശാലും കല്യാണം കഴിക്കാനോ ഒരു പാർട്ണറാക്കി മുന്നോട്ട് ജീവിക്കാൻ പോലും സമ്മതം ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുന്നു എന്നല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവത്തേ ഇല്ല. ആ സെയിം അവസ്ഥയാണ് ഇപ്പോൾ അൻവറിന് വന്നിരിക്കുന്നത്. അൻവർ പിണറായി വിജയനിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ പോകുന്നു. പക്ഷെങ്കിൽ അൻവറിന് ഒറ്റയ്ക്ക് സാധിക്കത്തില്ല അത്. അതുകൊണ്ട് UDF-നൊപ്പം ചേരാൻ അൻവർ തീരുമാനം എടുക്കുന്നു. BJP-ക്കൊപ്പം ഒരു കാരണവശാലും പോകാൻ സാധിക്കത്തില്ല. കാരണം BJP-ക്കൊപ്പം പോവുകയാണെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയം അവിടെ അവസാനിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് BJP-ക്കൊപ്പം പോവാൻ അൻവർ മടിക്കുന്നു. അൻവറിനെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അൻവർ UDF-ലേക്ക് പോകാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. അൻവറിന് ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അംഗത്വം എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ അംഗത്വം എടുക്കണം, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ ഭാഗമാകണം. ഇതൊന്നും അൻവറിനെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം ഇവരെ എല്ലാം അൻവർ ഓടി നടന്ന് തെറി പറഞ്ഞതാണ്. അതുകൊണ്ട് അൻവറിന് അവിടെ പോയി കേരള കോൺഗ്രസിന്റെ വാതുക്കൾ മുട്ടി നിൽക്കാനോ, മുസ്ലിം ലീഗിന്റെ വാതുക്കൾ മുട്ടി നിൽക്കുവാനോ, കോൺഗ്രസിന്റെ വാതുക്കൾ മുട്ടി നിൽക്കാനോ ഒന്നും അൻവറിനെ കൊണ്ട് സാധിക്കത്തേ ഇല്ല. അതുപോലെ തന്നെ അൻവറിനെ ഉൾക്കൊള്ളാനും ഈ മൂന്ന് പാർട്ടികളുടെ പ്രവർത്തകർക്ക് സാധിക്കത്തുമില്ല. അപ്പോൾ അൻവറിന്റെ മുന്നിൽ കണ്ടത് അൻവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകണം. അതുകൊണ്ട് അൻവർ ആദ്യം പോയി DMK-യുടെ അംഗത്വം എടുത്തു. DMK പോയി അവിടുന്ന് അവരെ ചവിട്ടി പുറത്താക്കി. ശേഷം അങ്ങ് പോയി തൃണമൂലിൽ മമതാ ബാനർജിയുടെ കാല് പിടിച്ചു. അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് ആയി വന്നു കഴിഞ്ഞിട്ട് അൻവർ പറയുകയാണ്, നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കി VS ജോയിയെ പ്രഖ്യാപിക്കണം, എങ്കിലേ അൻവർ പിന്തുണയ്ക്കത്തുള്ളൂ എന്ന്. അൻവറിന്റെ പിന്തുണ ആർക്ക് വേണം? ആർക്കും വേണ്ട. അത് മനസ്സിലാക്കുക അൻവർ. അപ്പോൾ ഒരു മിനിമം രാഷ്ട്രീയ ബോധമെങ്കിലും അൻവർ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. UDF-ഉമായിട്ടോ കോൺഗ്രസുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്ത, കുലബന്ധം പോലും ഇല്ലാത്ത അൻവർ പോയി പറയുകയാണ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന്. അങ്ങനെ അൻവറിന് മുമ്പിലുള്ള അധ്യായങ്ങളെല്ലാം അടഞ്ഞു. അൻവർ തൃണമൂലായി വന്നിട്ട് പറയുകയാണ്, തൃണമൂലിനെ UDF-ന്റെ ഭാഗമാക്കണം എന്ന്. അതൊന്നും നടക്കാതെ വന്നു. അവസാനം അടിമുടി 3G, ആ വാക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അടിമുടി 3G ആയി അൻവർ. അപ്പൊ ഇതാണ് അൻവറിനെ UDF-ലേക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ അൻവറിന്റെ മുന്നിൽ UDF-ന്റെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടാനുണ്ടായ ഒരു സാഹചര്യവും. എന്നിട്ടും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ അടക്കം വളരെ മോശമായി ചിത്രീകരിക്കുകയും പുള്ളിക്കെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ മുന്നോട്ട് UDF-നും കോൺഗ്രസിനും ഒക്കെ നേട്ടം ഉണ്ടാകുന്നതിനുണ്ട്, ഭരണമാറ്റം ഉണ്ടാകുന്നതിന് ഒരു മുൻപടിയായി നിലമ്പൂരിൽ ഒരു അൻവറിനോട് സന്ധി ചെയ്യുവാൻ പോലും അവിടുത്തെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് പിണറായിക്കെതിരായി നിൽക്കുന്ന ഒരു ചേരി ആയതുകൊണ്ട് തന്നെ, അതിനെ നയിക്കുന്ന ഒരു നേതാവായതുകൊണ്ട് തന്നെ അൻവറിനെ പോലുള്ള ഒരു ആൾ പിണറായിക്കെതിരെ സംസാരിച്ചുകൊണ്ട് ആ മുന്നണിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും പുറത്തു വന്നതിനാൽ അൻവർ തന്നെ എന്ത് ചീത്ത പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ മുന്നണിക്ക് അൻവർ ഒരു മുതൽക്കൂട്ടാകുമെങ്കിൽ എന്നെ 10 തെറി പറഞ്ഞത് ഞാൻ കണക്കാക്കുന്നില്ല, അൻവറിനെ കൂടെ കൂട്ടാം എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. പക്ഷെ എന്നിട്ടും അൻവറിന്റെ കളി അടങ്ങുന്നില്ല. അൻവറിന്റെ ഉദ്ദേശം 5 സീറ്റ് വേണം, 5 സീറ്റ് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം, നടപടിയാവുന്ന കാര്യമല്ലോ. അത് അവസാനം നടന്നില്ല. അപ്പോൾ അങ്ങനെയാണ് അൻവർ ഒറ്റപ്പെട്ടു പോയത്. അപ്പൊ ഈ അൻവറിന്റെ ഉദ്ദേശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സിനൊക്കെ ഒരു നേട്ടം ഉണ്ടാവണം, എന്നാൽ ആരുടെയും കാല് പിടിക്കാൻ സാധിക്കത്തുമില്ല. അല്ലാണ്ട് അൻവറിന് പ്രത്യേകമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കൊരു നേട്ടം ഉണ്ടാക്കാനോ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ ഒന്നുമില്ല. ഈ കാണിക്കുന്നതൊക്കെ വെറും ഷോ മാത്രമാണ്. അതുകൊണ്ട് നിലമ്പൂരിലെ ജനാധിപത്യ വിശ്വാസികൾ ദയവ് ചെയ്ത് അൻവറിനും സ്വരാജിനും വോട്ട് ചെയ്യരുത്, BJP-ക്കും വോട്ട് ചെയ്യരുത്, കോൺഗ്രസിന് വോട്ട് ചെയ്യുക, UDF-ന് വോട്ട് ചെയ്യുക, ആര്യാടനെ വിജയിപ്പിക്കുക. കാര്യം അൻവറിനെ വിജയിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നാളെ അൻവർ ഇതുപോലെ ആരോടെങ്കിലും ഒക്കെ പൊട്ടിത്തെറിച്ചിട്ട് അൻവർ വീണ്ടും രാജിവെക്കും. അപ്പോൾ അല്ലെങ്കിൽ നാളുകളിൽ അൻവറിന്റെ നേട്ടത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു മുന്നണിക്കൊപ്പം ഉറപ്പായിട്ടും ചേരും. ഒരു കാരണവശാലും ഇടതുപക്ഷത്ത് പോകാൻ അൻവറിന് സാധിക്കത്തില്ല. അൻവറിന് പോകാൻ പറ്റുന്നത് UDF-ൽ മാത്രമാണ്. അപ്പോൾ അൻവർ അടുത്ത തിരഞ്ഞെടുപ്പിൽ UDF-നുമൊപ്പം ചേരാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് തന്നെയാണ് അൻവർ നിരുപാധികം എല്ലാവരോടും മാപ്പ് പറയുക തന്നെ ചെയ്യും. അങ്ങനെ മാപ്പ് പറഞ്ഞ് അൻവർ UDF-ലേക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ കടന്നു വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് നിലമ്പൂരിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള നിങ്ങൾ ഇയാൾക്ക് വോട്ട് ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ അൻവറിന് വോട്ട് ചെയ്യുന്നത്?
UDF വോട്ട് ചെയ്യുക. ഈ പിണറായിസം തകർക്കുവാൻ, പിണറായിസത്തെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തുളച്ചെറിയുവാൻ അൻവറിനല്ല വോട്ട് ചെയ്യേണ്ടത്. വോട്ട് ചെയ്യേണ്ടത് UDF കോൺഗ്രസിനാണ്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുവരെ ഈ വീഡിയോ കണ്ടവർക്ക് ഒരുപാട് നന്ദി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതിനോട് യോജിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നന്ദി.